കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് നമ്മൾ നേരെ തീറ്റ സെറ്റാക്കി നേരെ വിട്ടു ഏനമാവിലോട്ട് കേട്ടോ. ഇന്നും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മൈദയും പല്ലറ്റും തന്നെയാണ് കേട്ടോ. നമ്മുടെ ചൂണ്ടായ്മ ആദ്യത്തെ കൊത്ത് കിട്ടിയപ്പോ ഹുക്കപ്പ് കൊടുത്തതാണ് കേട്ടോ നിങ്ങളിപ്പോ കാണുന്നത്. മുകളിലോട്ട് നല്ല നീളമുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ കാറ്റുള്ളത് കൊണ്ടും നമ്മുടെ ഈര പോട്ട് നേരെ ആ മരത്തിന്റെ മുകളിലാട്ടോ ഇരുന്നത്. കുറെ റിസ്ക് എടുത്തിട്ട് നമ്മൾ അതിന്റെ മുകളിൽ പറിച്ചെടുക്കാം. ലാസ്റ്റ് അരുണൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ അതിന്റെ ഉള്ളിൽ നിന്ന് ആ കെട്ടൊക്കെ തീർത്ത് എടുത്തേട്ടാ. അതിനുശേഷം എനിക്കൊരു ചെറിയൊരു വയമ്പ് പോലത്തെ ഒരു മീൻ അടിച്ചിട്ടാ. അതിനെ നമ്മൾ എടുക്കാറില്ല, നേരെ റിലീസ് ചെയ്ത്. പിന്നെ അടുത്ത മീനുകൾക്കായിട്ടൊന്നും എനിക്ക് അധികം സമയം ചെലവഴിക്കേണ്ടി വന്നില്ല കേട്ടാ. പിന്നെ തുരുതുര ആ മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ചെറുതാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടാ. ഇന്ന് നമ്മൾ നന്നായ രീതിയിൽ മീൻ കിട്ടി തുടങ്ങി ഹരം പിടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയി. നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ കാറ്റിന്റെ ഈ സൗണ്ട് ഇതൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. പിന്നെ ഭാഗ്യത്തിന് നമ്മളെ നവീൻ ചേട്ടൻ കാറും കൊണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ആ കാറിൽ കയറിക്കൂടി. പിന്നെ അങ്ങോട്ട് നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ. ആകെ കുറച്ച് സമയത്തിനാണ് ഞാൻ ഫിഷിങ്ങിനായിട്ട് ഇത്രയും ദൂരം പോകുന്നത്. പക്ഷെ എന്നാലും ഇതൊക്കെ നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.